തെരഞ്ഞെടുപ്പ് കാലം വന്നെത്തിയാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്നും ചില ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ വിരുന്നെത്താറുണ്ട്. വോട്ടിൻ്റെ മണം പിടിച്ചെത്തുന്ന ഈ രാഷ്ട്രീയ വിനോദസഞ്ചാരികളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും ജനങ്ങളെ മയക്കാനുള്ള വർണ്ണപ്പകിട്ടുള്ള കുറേ കടലാസ് പൊതികൾ. ഡൽഹിയിലെ AC മുറികളിലിരുന്ന് കോർപ്പറേറ്റ് PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന തിരക്കഥകൾ യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിൻ്റെ മണ്ണിൽ വന്ന് വിളിച്ചു പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റിൽ അവർ മടങ്ങിപ്പോകും. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിറങ്ങി 5 ഉറപ്പുകൾ എന്ന പേരിൽ വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ട് പോയ സാക്ഷാൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് തന്നെയാണ്. യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത, കേട്ടാൽ സാമാന്യ ബോധമുള്ള ആരും മൂക്കത്ത് വിരൽ വച്ചു പോകുന്ന കുറേ മോഹന വാഗ്ദാനങ്ങൾ, ജനങ്ങളുടെ ബുദ്ധിശക്തിയെ കൊഞ്ഞനം കുത്തുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഇതൊക്കെ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നതാണോ? അതോ വോട്ട് തട്ടാനുള്ള കോൺഗ്രസിൻ്റെ സ്ഥിരം തട്ടിപ്പാണോ? ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്മൾ കാണേണ്ടതും അറിയേണ്ടതുമായ ചില കാര്യങ്ങൾ ആ കാഴ്ചകളിലുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് UDFൻ്റെ പുതുയുഗ യാത്രാ സമാപന വേദിയിൽ കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായ രാഹുൽ ഗാന്ധി എത്തിയത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ UDF ക്യാമ്പിന് ജീവൻ വെപ്പിക്കാനെത്തിയ അദ്ദേഹം വൻ കരഘോഷങ്ങൾക്കിടയിലാണ് കേരളത്തിനായുള്ള 5 ഗ്യാരണ്ടികൾ അഥവാ 5 ഉറപ്പുകൾ പ്രഖ്യാപിച്ചത്. കേൾക്കാൻ വളരെ ഇമ്പമുള്ള 5 ഗ്യാരണ്ടികൾ. 1. സ്ത്രീകൾക്ക് KSRTCയിൽ പൂർണ്ണമായും സൗജന്യ യാത്ര. ഒപ്പം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ പോക്കറ്റ് മണി. 2. നിലവിലെ 2000 രൂപയിൽ നിന്നും ക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് 3000 രൂപയാക്കി ഉയർത്തും. 3. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ വമ്പൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 4. സംസ്ഥാനത്തെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. 5. മുതിർന്ന പൗരന്മാർക്കായി ഒരു പ്രത്യേക വകുപ്പ്. പ്രഖ്യാപനം കഴിഞ്ഞതും വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തിമിർപ്പിലായി. കാരണം മറ്റൊന്നുമല്ല, കർണാടകയിലും തെലങ്കാനയിലും ഇതേപോലെ ജനങ്ങളെ മോഹിപ്പിക്കുന്ന വലിയ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്നതിൻ്റെ ആവേശത്തിലാണ് താഴെത്തട്ടിലുള്ള ആ പാവം പ്രവർത്തകർ. അവിടെ നടന്നത് കേരളത്തിലും നടക്കും. ഈ 5 പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രം കേരളത്തിൽ UDF അധികാരത്തിലേറും എന്നവർ വിശ്വസിച്ചു. എന്നാൽ സദസ്സിലിരുന്ന പ്രവർത്തകർ കൈയടിച്ചപ്പോൾ വേദിയിലിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും K സുധാകരൻ്റെയും ഒക്കെ മനസ്സിലൂടെ എന്താകും കടന്നുപോയിട്ടുണ്ടാവുക? അക്ഷരാർത്ഥത്തിൽ ഒരു ഇരുമ്പ് കൂടം കൊണ്ട് തലയ്ക്ക് അടിയേറ്റതുപോലെയുള്ള ഒരു ഫീൽ ആയിരുന്നു ആ പ്രഖ്യാപന സമയത്ത് കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക. സതീശൻ്റെയും ചെന്നിത്തലയുടെയും മുഖത്തെ വിളർച്ച ആർക്കും വായിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് സാമാന്യ ധാരണയുള്ളവരാണ് ഈ നേതാക്കൾ. രാഹുൽ ഗാന്ധിക്ക് ഡൽഹിയിൽ നിന്ന് എഴുതിക്കൊണ്ടുവന്ന ഈ സ്ക്രിപ്റ്റ് വായിച്ചു പോയാൽ മതി. നാളെ രാവിലെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സാമ്പത്തിക വിദഗ്ധരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ വിയർക്കേണ്ടത് തങ്ങളാണെന്ന് അവർക്കറിയാം. ഈ പ്രഖ്യാപിച്ച് വച്ചിട്ട് പോയത് ചെറിയ കാര്യമല്ല എന്ന് സതീശനും സംഘത്തിനും നന്നായി അറിയാം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഈ ഭയത്തിന് പ്രധാന കാരണം കർണാടകയിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് സർക്കാരുകളുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ അവർക്ക് വ്യക്തമായി അറിയാമെന്നുള്ളതാണ്. കർണാടകയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, മാസം 2000 രൂപ തുടങ്ങിയ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ സിദ്ധരാമയ്യ സർക്കാർ ഇന്ന് ശരിക്കും പെടാപ്പാടുപെടുകയാണ്. പ്രതിവർഷം 50,000 മുതൽ 60,000 കോടി രൂപ വരെയാണ് ഇതിനായി മാത്രം കർണാടകയ്ക്ക് കണ്ടെത്തേണ്ടി വരുന്നത്. ഇതുവരെ 1,20,000 കോടിയിലധികം രൂപ ഈ ഗ്യാരണ്ടികൾക്ക് വേണ്ടി അവർ ഒഴുക്കിക്കളഞ്ഞു. ഫലമോ, സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നിലച്ചു, വികസന പദ്ധതികൾ ശൂന്യമായി. സമ്പന്നമായ കർണാടകയുടെ ഖജനാവ് ഈ വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം ഇന്ന് കാലിയാകുകയാണ്. ഇനി തെലങ്കാനയിലേക്ക് നോക്കൂ. അവിടെയും പ്രഖ്യാപിച്ചു ഇതേപോലെയുള്ള കുറേ വമ്പൻ ഗ്യാരണ്ടികൾ. നിലവിൽ 6.5 ലക്ഷം കോടി രൂപയുടെ പൊതുകടമുള്ള, കടമെടുത്തതിൻ്റെ പലിശ അടയ്ക്കാൻ മാത്രം 10,000 കോടികൾ ചിലവാകുന്ന തെലങ്കാന സംസ്ഥാനം ഇന്ന് വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കടുത്ത സാമ്പത്തിക സമ്മർദ്ദം കാരണം ബാക്കിയുള്ള പല വാഗ്ദാനങ്ങളും പൂർണ്ണമായി നടപ്പിലാക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ യാഥാർത്ഥ്യം കൺമുന്നിൽ നിൽക്കുമ്പോഴാണ് ഇതിനേക്കാൾ വലിയ ബാധ്യത വരുത്തിവെക്കുന്ന വാഗ്ദാനങ്ങളുമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിറങ്ങിയിരിക്കുന്നത്.
ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം കാരണം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഈ പദ്ധതികൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ബാധ്യത എത്രയാണെന്ന് നോക്കാം. സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം ഇതൊരു സാമ്പത്തിക ആത്മഹത്യയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമ്പോൾ നിലവിൽ കേരളത്തിലെ 62 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. ഇത് 3000 രൂപയാക്കി ഉയർത്തിയാൽ ഒരു വർഷം സർക്കാരിന് അധികമായി വേണ്ടത് 7500 കോടി രൂപയാണ്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ, 2.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകാൻ പ്രതിവർഷം 315 കോടി രൂപ വേണം. ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യം, 80 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് നൽകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയം വെച്ച് കണക്കാക്കിയാൽ പോലും പ്രതിവർഷം 8700 കോടിയോളം രൂപ സർക്കാർ കണ്ടെത്തണം. ചുരുക്കത്തിൽ ഈ പദ്ധതികൾക്കും വേണ്ടി മാത്രം പ്രതിവർഷം ഏകദേശം 18,000 കോടി രൂപയുടെ അധിക ചെലവാണ് UDF സർക്കാർ കേരളത്തിൻ്റെ തലയിൽ വെച്ച് കിട്ടാൻ പോകുന്നത്. എവിടെ നിന്നാണ് വി ഡി സതീശ നിങ്ങൾക്ക് ഈ പണം കണ്ടെത്തുക? ഇതിനൊന്നും കോൺഗ്രസ് നേതാക്കൾക്ക് ഉത്തരമില്ല. ഇതിലെ ഏറ്റവും വലിയ തമാശ അഥവാ വിഡ്ഢിത്തം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന വാഗ്ദാനമാണ്. കർണാടകയിലെ സ്കീം കോപ്പിയടിച്ച് ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രവും പൊതുഗതാഗത ഘടനയും ആരെങ്കിലും പഠിച്ചിരുന്നോ? കേരളത്തിൽ പ്രതിദിനം 20-21 ലക്ഷം പേരാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ പകുതി സ്ത്രീകളാണെന്ന് കണക്കാക്കിയാൽ പോലും ടിക്കറ്റ് വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം നികത്താൻ പ്രതിവർഷം 1500 മുതൽ 1600 കോടി രൂപ വരെ സർക്കാർ KSRTCക്ക് നൽകേണ്ടി വരും. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന KSRTCക്ക് ഈ പണം കിട്ടിയില്ലെങ്കിൽ ആ സ്ഥാപനം പൂർണ്ണമായും തകരും. ഇതിനേക്കാൾ ഭീകരമാണ് ഈ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന പ്രാദേശിക അസമത്വം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും KSRTC സേവനം ഒരുപോലെയല്ല. തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് KSRTCയെ ആശ്രയിക്കുന്നവർ 6 ലക്ഷത്തോളമാണ്. എന്നാൽ മലബാർ മേഖലയിലോ? മലപ്പുറം പോലുള്ള വടക്കൻ ജില്ലകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുമ്പോൾ അവിടെ വെറും 60,000-ഓളം പേർ മാത്രമാണ് KSRTCയിൽ കയറുന്നത്. അപ്പോൾ ഈ സൗജന്യ യാത്രയുടെ ഗുണം ലഭിക്കുന്നത് തെക്കൻ ജില്ലകളിലെ സ്ത്രീകൾക്ക് മാത്രമായി ചുരുങ്ങില്ലേ? കൂടാതെ കോവിഡിന് ശേഷം കഷ്ടിച്ച് പിടിച്ചു നിൽക്കുന്ന കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായത്തെ ഇത് പൂർണ്ണമായും കുരുതി കൊടുക്കും. 40 ലക്ഷത്തോളം യാത്രക്കാരുള്ള സ്വകാര്യ ബസ് മേഖല ഇതോടെ പൂട്ടിപ്പോകുമെന്ന അവസ്ഥയുണ്ടാകും. ആരോഗ്യരംഗത്ത് സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇൻഷുറൻസ് കൊണ്ടുവരുമെന്ന് പറയുന്ന UDF ഗതാഗത രംഗത്ത് ഇവിടുത്തെ സ്വകാര്യ സംരംഭകരെ തകർക്കുന്ന ഇരട്ടത്താപ്പാണ് ഈ വാഗ്ദാനത്തിലൂടെ പുറത്തു വരുന്നത്. ഈ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന UDFൻ്റെ മുൻകാല ചരിത്രം നാം മറക്കരുത്. 2011 മുതൽ 2016 വരെ അധികാരത്തിലിരുന്ന UDF സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ നടന്നത് സമാനതകളില്ലാത്ത വികസന മുരടിപ്പാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം പതിറ്റാണ്ടുകൾ പിന്നോട്ട് പോയ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു അത്. ഈ വികസന മുരടിപ്പിനെ മറികടക്കാനാണ് 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ കിഫ്ബി എന്ന സംവിധാനത്തെ പുനരുജ്ജീവിപ്പിച്ചത്. ഇന്ന് കേരളത്തിൽ കാണുന്ന ലോകോത്തര നിലവാരമുള്ള സ്കൂളുകളും ആശുപത്രികളും റോഡുകളുമെല്ലാം ഉയർന്നു വന്നത് കിഫ്ബി വഴിയാണ്. എന്നാൽ ഈ കിഫ്ബിയോട് UDF സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്നും തങ്ങൾ അധികാരത്തിൽ വന്നാൽ കിഫ്ബിയെ പൂട്ടിക്കെട്ടും എന്നുമാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും നിരന്തരം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി 18,000 കോടി രൂപയുടെ ബാധ്യത വരുത്തുന്ന വാഗ്ദാനങ്ങൾ കൂടി നൽകി മടങ്ങിയതോടെ കോൺഗ്രസ് നേതാക്കൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. കിഫ്ബി ഇല്ലാതെ കേരളത്തിൽ ഇനി ഒരു വികസന പ്രവർത്തനവും, എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ ഈ പൊള്ളയായ പ്രഖ്യാപനങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് മുൻപ് കിഫ്ബി നിർത്തലാക്കുമെന്ന് പറഞ്ഞ ചെന്നിത്തല ഇപ്പോൾ മനസ്സുമാറ്റി കിഫ്ബി ഞങ്ങൾ നിർത്തലാക്കില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി വരുത്തിവെച്ച ഈ ഗതികേടിനെ രാഷ്ട്രീയ പാപ്പരത്തമെന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? ഈ സാഹചര്യമാണെങ്കിൽ UDFന് അധികാരം കിട്ടിയാൽ വി ഡി സതീശൻ പൂർണ്ണ മനസ്സോടെ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട്. നമ്മളെന്തിനാ വെറുതെ സിംഹത്തിൻ്റെ കൂട്ടിൽ ചെന്ന് തലയിടുന്നത്? പ്രേക്ഷകരെ, രാഹുൽ ഗാന്ധി വരും, പ്രഖ്യാപിക്കും, പോകും. ഉത്തരം പറയേണ്ട ബാധ്യത മുഴുവൻ ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കാണ്. കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം ഇന്ന് എത്തി നിൽക്കുന്നത് വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇത്തവണ കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും UDF മുന്നണിയും തന്നെ കേരളത്തിൽ തകർന്നടിയുമെന്ന യാഥാർത്ഥ്യം അവർക്ക് മുന്നിലുണ്ട്.
എന്നാൽ ഇനി അഥവാ ഈ വ്യാമോഹങ്ങൾ വിറ്റ് അവർ ഭരണം പിടിച്ചെടുത്താൽ തന്നെയോ, അതും ഒരു ദുരന്തമായിരിക്കും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഈ സാമ്പത്തിക ആത്മഹത്യകൾ നടപ്പിലാക്കാൻ ശ്രമിച്ച് കേരളമെന്ന സംസ്ഥാനം തന്നെ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തും. അതായത് ഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് തകരും, ഇനി ഭരണം കിട്ടിയാലോ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനാകാതെ UDF സർക്കാരും സംസ്ഥാനവും ഒന്നിച്ചു തകരും. ഇതാണ് ഇന്നത്തെ UDFൻ്റെ ദയനീയ അവസ്ഥ. പ്രായോഗികതയുടെ കണിക പോലുമില്ലാത്ത ഇത്തരം ജനവഞ്ചനകളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയാൻ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വികസനമെന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്തെ കടലാസിലെ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളാണെന്ന് തെളിയിച്ച ഒരു ബദൽ രാഷ്ട്രീയം ഇവിടെയുണ്ട്. ഈ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണോ അതോ വാഗ്ദാനങ്ങളുടെ ഈ പൊള്ളയായ ബലൂണുകളെയാണോ നാടിന് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്.